ഒരു വീടിനുള്ളിൽ രണ്ട് ധ്രുവങ്ങളിലായി വളരുന്ന രണ്ട് ആൺമക്കൾ. ഒരാൾ അച്ഛൻ്റെ പാതയെ ധന്യമാക്കുന്ന വിനീത വിധേയൻ, മറ്റൊരാൾ അച്ഛൻ്റെ നെഞ്ചിലെ തീപ്പൊരിയായി വളരുന്ന കുരുത്തക്കേടുകളുടെ രാജകുമാരൻ. ഇത് മലയാളിയുടെ വീടുകളിലെ സ്ഥിരം കാഴ്ചയാണ്. ഇതിനെ മനഃശാസ്ത്രപരമായി വിശകലനം ചെയ്താൽ അത് സ്നേഹത്തിൻ്റെ വ്യത്യസ്തമായ രണ്ട് ആവിഷ്കാരങ്ങൾ മാത്രമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അച്ഛൻ എന്ന നിലയിൽ പലരും തൻ്റെ മക്കൾക്ക് നൽകുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് സത്യസന്ധതയും മറ്റൊന്ന് സ്വാതന്ത്ര്യവും. തൻ്റെ കുറവുകളെയും തെറ്റുകളെയും പോലും തമാശയായി ലോകത്തിന് മുന്നിൽ തുറന്നു പറയാൻ ചില മക്കൾക്ക് സാധിക്കുന്നത് അച്ഛൻ പകർന്നു നൽകിയ ആ സത്യസന്ധതയുടെ കരുത്തിലാണ്. മക്കളെ തളച്ചിടാതെ അവരുടെ വ്യക്തിത്വത്തെ മാനിച്ചുകൊണ്ട് പിതാവ് നൽകിയ സ്വാതന്ത്ര്യമാണ് അവരെ ഏറെ പ്രിയപ്പെട്ടവരാക്കുന്നത്. പലപ്പോഴും അച്ഛൻ്റെ ആഗ്രഹങ്ങൾക്കും പ്രതീക്ഷകൾക്കും ഒത്തുയരാൻ കഴിയാതെ വരുമ്പോൾ പല ആൺകുട്ടികളും ഒരു പ്രതിരോധം എന്ന നിലയിൽ വിമതരായി മാറാറുണ്ട്. ചിലരത് തുറന്നു പറയും. അച്ഛൻ ഒരിക്കലും എന്നെ വിളിച്ചിരുത്തി സംസാരിച്ചിട്ടില്ല. ഇതൊരു പരാതിയല്ല, മറിച്ച് അനേകം ആൺമക്കളുടെ ഉള്ളിലെ നീറ്റലാണ്. സ്നേഹമില്ലാഞ്ഞിട്ടല്ല, മറിച്ച് ആ സ്നേഹം എങ്ങനെ പ്രകടിപ്പിക്കണമെന്നറിയാത്തത് കൊണ്ട് ഉണ്ടാകുന്ന അകൽച്ചയാണിത്. അച്ഛൻ്റെ വേർപാടിൽ മൂത്ത മകൻ തൻ്റെ ദുഃഖത്തെ ഉള്ളിലൊതുക്കുമ്പോൾ അത് അദ്ദേഹം സ്വയം ആർജിച്ചെടുത്ത പക്വതയാണ്. കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം തോളിലേറ്റുന്ന വികാരങ്ങളെ നിയന്ത്രിക്കുന്ന മൂത്ത മകൻ എന്ന ഭാരം കണ്ണുനീരുള്ളിലേക്ക് ഒഴുകുന്നു. എന്നാൽ അടുത്ത മകൻ പലപ്പോഴും ഒരു പിഞ്ചു കുഞ്ഞായി മാറും. പണ്ട് അച്ഛനിൽ നിന്ന് ലഭിക്കാതെ പോയ ആ തണൽ, അല്ലെങ്കിൽ അച്ഛനോട് പറയാൻ ബാക്കി വെച്ച 1000 കാര്യങ്ങൾ, അത് ഉള്ളിലൊതുക്കിയ മകൻ അച്ഛൻ്റെ വേർപാടിൽ തകർന്നു പോകുന്നത് സ്വാഭാവികമാണ്. അച്ഛനെയാണ് ലോകത്തെ ഏറ്റവും ഇഷ്ടം എന്ന് പറയുമ്പോഴും ആ അച്ഛൻ്റെ മുന്നിൽ വരുമ്പോൾ വാക്കുകൾ മുറിഞ്ഞു പോകുന്ന എത്രയോ മക്കൾ നമുക്ക് ചുറ്റുമുണ്ട്. പുറമെ പരുക്കൻ ഭാവം കാണിക്കുമെങ്കിലും അച്ഛൻ്റെ ഒരു ചെറിയ തലോടലിനായി ദാഹിക്കുന്നവരാണ് ഈ കുരുത്തക്കേടുകാർ. അച്ഛനോട് സംസാരിക്കാൻ പേടി, അച്ഛൻ വഴക്കു പറയുമോ എന്ന ആശങ്ക, താൻ അച്ഛനെ പോലെ വിജയിച്ചില്ലല്ലോ എന്ന അപകർഷതാബോധം, ഇതെല്ലാം അവരെ അച്ഛനിൽ നിന്ന് അകറ്റുന്നു. എന്നാൽ ഈ അകലം ഒരിക്കലും സ്നേഹക്കുറവല്ല, മറിച്ച് അമിതമായ സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയാത്തത് കൊണ്ടുണ്ടാകുന്ന മറയാണ്. അച്ഛൻ മരിക്കുമ്പോൾ ഒരു കുഞ്ഞിനെ പോലെ കരയുന്ന മകൻ, സ്നേഹം വൈകി തിരിച്ചറിഞ്ഞ അല്ലെങ്കിൽ പ്രകടിപ്പിക്കാൻ വൈകിപ്പോയ എല്ലാ ആൺമക്കളുടെയും ഒരു പ്രതീകമാണ്. പരുക്കൻ ഭാവമുള്ള പല ആൺകുട്ടികളുടെയും ഉള്ളിൽ അച്ഛനോടുള്ള അപാരമായ സ്നേഹമുണ്ട്. അച്ഛൻ വഴക്ക് പറയുമ്പോൾ ദേഷ്യം കാണിക്കുമെങ്കിലും അച്ഛൻ്റെ ഒരു ചെറിയ അഭിനന്ദനത്തിന് അതിനുവേണ്ടി അവർ ഉള്ളുകൊണ്ട് കുതിക്കുന്നുണ്ടാകും. നിങ്ങളുടെ മകൻ ഒരുപക്ഷെ ശാന്തനായിരിക്കില്ല, അവൻ കുരുത്തക്കേടുകൾ ചെയ്യുന്നവനായിരിക്കാം. പക്ഷെ അവനെ ഒന്ന് ചേർത്ത് പിടിക്കാൻ, അവൻ്റെ ഉള്ളിലെ പ്രശ്നങ്ങൾ കേൾക്കാൻ നിങ്ങൾ അല്പസമയം കണ്ടെത്തുക. കാരണം അവൻ അച്ഛനോട് മിണ്ടാതിരിക്കുന്നത് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, മറിച്ച് അച്ഛനെ അത്രമേൽ സ്നേഹിക്കുന്നത് കൊണ്ട് മാത്രമാണ്. അതുപോലെ അച്ഛൻ മിണ്ടാതിരിക്കുന്നത് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, നിങ്ങളുടെ പരാജയങ്ങളിൽ അദ്ദേഹം സങ്കടപ്പെടുന്നത് നിങ്ങളെ വെറുക്കുന്നത് കൊണ്ടുമല്ല. ആ മൗനത്തിന് പിന്നിൽ നിങ്ങളെക്കുറിച്ചുള്ള ഉത്കണ്ഠ മാത്രമാണ്.